ബാംഗ്ലൂർ നഗരത്തിന്റെ തിരക്കുകളിൽ ആ കറുത്ത BMW കാർ ഒരു രാജാവിനെ പോലെ നീങ്ങുകയായിരുന്നു. ഉള്ളിലെ തണുപ്പിലിരുന്ന് അർജുൻ പുറത്തെ ലോകത്തെ പുച്ഛത്തോടെ നോക്കി. അവന്റെ മനസ്സിലിപ്പോ പണത്തോടുള്ള ആർത്തിയും തന്റെ പുതിയ ജീവിതത്തിന്റെ അഹങ്കാരവും മാത്രമാണുള്ളത്. തന്റെ അരികിലിരുന്ന സോണിയോട് സംസാരിക്കുമ്പോഴും അവന്റെ ചിന്തകൾ 7 വർഷം പിന്നിലേക്ക് പോയി. അന്ന് താൻ ചെയ്തത് എത്ര വലിയ കാര്യമാണെന്ന് അവൻ സ്വയം വിശ്വസിക്കാൻ ശ്രമിക്കുകയായിരുന്നു. 7 വർഷം മുമ്പ് ഇതേ നഗരത്തിലെ ഒരു ഇടുങ്ങിയ വാടക വീട്ടിൽ മായയും അവരുടെ 1 വയസ്സുള്ള മകളും അർജുന്റെ കാല് പിടിച്ച് കരയുകയായിരുന്നു. അർജുൻ, പ്ലീസ്, ഞങ്ങളെ തനിച്ചാക്കി പോകരുത്. നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം. ഈ കുഞ്ഞിനെ നോക്കണ്ടേ. മായയുടെ തേങ്ങലുകൾ ആ മുറിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ അർജുന്റെ ഉള്ളിൽ സ്നേഹത്തിന്റെ ഒരംശം പോലും ബാക്കിയുണ്ടായിരുന്നില്ല. അർജുൻ അന്ന് ഒരു സെയിൽസ്മാൻ ആയിരുന്നു. മായ ആകട്ടെ തന്റെ ഭർത്താവിനും കുഞ്ഞിനും വേണ്ടി ജീവിതം സമർപ്പിച്ചവളും. പക്ഷേ അർജുന് വേണ്ടത് പണമായിരുന്നു. മായയുടെ ലളിതമായ സ്വഭാവവും അവളുടെ സ്നേഹവും അയാൾക്കൊരു ഭാരമായി തോന്നി തുടങ്ങി. താൻ കണ്ട സ്വപ്നങ്ങളിലേക്ക് നടക്കാൻ ഒരു കുടുംബം തടസ്സമാണെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. എനിക്ക് പണം ഉണ്ടാക്കണം മായ. നിന്നെപ്പോലെ ഒരു സാധാരണക്കാരുടെ കൂടെ ഈ കുടുസുമുറി കഴിഞ്ഞാൽ എന്റെ ആയുസ് തീർന്നു പോകും. എനിക്ക് വലിയ വലിയ ആളുകളുടെ ഇടയിൽ ജീവിക്കണം. അതിന് നീയും ഈ കുഞ്ഞും എനിക്ക് തടസ്സമാണ് എന്ന് പറഞ്ഞ് അയാൾ ആ വാതിൽ വലിച്ചടച്ചു. മായ ഒരു തെറ്റും ചെയ്തിരുന്നില്ല. അവൾ അർജുനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. അവനു വേണ്ടി വിശപ്പടക്കെ കാത്തിരുന്നു. പക്ഷെ അർജുൻ കണ്ടത് അവളുടെ കണ്ണിലെ സ്നേഹമല്ല, മറിച്ച് ദാരിദ്ര്യത്തിന്റെ കറ മാത്രമായിരുന്നു. 1 രൂപ പോലും കയ്യിലില്ലാതെ തന്റെ കുഞ്ഞിനെ എങ്ങനെ വളർത്തുമെന്നോർത്ത് വിറങ്ങലിച്ചു നിന്ന മായയെ അയാൾ തിരിഞ്ഞു നോക്കിയില്ല. അന്ന് അയാൾ പടിയിറങ്ങിയത് അവളുടെ ഹൃദയം തകർത്തുകൊണ്ടായിരുന്നു. ഇന്ന് 7 വർഷങ്ങൾക്ക് ശേഷം അർജുൻ തിരിച്ചു വരുന്നത് ആ മുറിവേറ്റ മായയെ ഒന്നുകൂടി വേദനിപ്പിക്കാനാണ്. താൻ നേടിയെടുത്ത കോടികളും തന്റെ പുതിയ സുന്ദരിയായ ഭാര്യയെയും കാണിച്ച് അവളെ പരിഹസിക്കണം. നീ പറഞ്ഞത് തെറ്റാണെന്നും നിന്നെ ഉപേക്ഷിച്ചതുകൊണ്ടാണ് താൻ ഇന്ന് ഈ നിലയിലെത്തിയതെന്നും അവളോട് വിളിച്ചു പറയണം. അവളിപ്പോഴും കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് കണ്ട് ആസ്വദിക്കണം. ഇതായിരുന്നു അർജുന്റെ ലക്ഷ്യം. കാറ് പഴയ കോളനിയിലെത്തി. അവിടുത്തെ ഓവുചാലുകളുടെ ഗന്ധവും പഴയ കെട്ടിടങ്ങളും കണ്ടപ്പോൾ അർജുൻ തന്റെ മൂക്ക് പൊത്തി. ഇവിടെയാണോ നീ താമസിച്ചിരുന്നത്? സോണിയ അറപ്പോടെ ചോദിച്ചു. അതെ സോണിയ, ഈ നരകത്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത്. അവിടെ മായ എന്നൊരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് ഞാൻ വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. അർജുൻ തന്റെ വജ്രമോതിരം തിളക്കിക്കൊണ്ട് പറഞ്ഞു. അവർ ആ ഫ്ലാറ്റിന്റെ പടികൾ കയറി. അർജുന്റെ ഓരോ ചുവടിലും ഒരുതരം പകയായിരുന്നു. മായയോടുള്ള പകയല്ല, മറിച്ച് തന്റെ പഴയ ദാരിദ്ര്യത്തോടുള്ള പക. അത് മായയുടെ മേൽ തീർക്കാനാണ് അവൻ വന്നത്. 302 നമ്പർ മുറിക്ക് മുന്നിലെത്തിയപ്പോൾ അവൻ ഒന്ന് നിന്നു. ഉള്ളിൽ നിന്നൊരു കുട്ടിയുടെ ചിരി കേൾക്കുന്നുണ്ടായിരുന്നു. മായ മിക്കവാറും ആരോടെങ്കിലും കടം ചോദിക്കുകയാവും, അല്ലെങ്കിൽ ആരെങ്കിലും അവളെ ചീത്ത പറയുകയാവും, അവൻ മനസ്സിൽ കരുതി. അവൻ ആ വാതിൽക്കൽ ആഞ്ഞുമുട്ടി. തന്റെ കാറിലെ ഹോൺ മുഴങ്ങുന്നത് പോലെ ഒരു ശബ്ദം അവിടെ കേൾപ്പിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. മായ, വാതിൽ തുറക്ക, അവൻ അധികാരത്തോടെ വിളിച്ചു. വാതിൽ തുറന്നു. അർജുൻ തന്റെ മുഖത്ത് ഒരു പരിഹാസച്ചിരി കരുതി വെച്ചിരുന്നു. മായയുടെ കരച്ചിൽ കാണാൻ അവൻ തയ്യാറെടുത്തു. പക്ഷെ വാതിൽ തുറന്ന മായയെ കണ്ടപ്പോൾ അവന്റെ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. അവിടെ നിന്നത് അവൻ വിചാരിച്ചതുപോലെ തളർന്ന മായയായിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ പഴയ ആ പേടിയോ സങ്കടമോ ഇല്ല. പകരം ആരെയും ഭയമില്ലാത്ത ഒരു ഗാംഭീര്യം. മായ തന്റെ മുന്നിൽ നിൽക്കുന്ന അർജുനെയും സോണിയെയും ഒന്ന് നോക്കി. അവളുടെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഉണ്ടായില്ല. ഏതോ അപരിചിതർ വന്നതുപോലെ അവൾ ചോദിച്ചു, ആരെയാണ് തിരയുന്നത്? അർജുൻ സ്തംഭിച്ചു പോയി. താൻ ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്ന ആ അഹങ്കാരം ഒരു നിമിഷം കൊണ്ട് തകർന്നു വീഴുന്നത് അവൻ അറിഞ്ഞു. മായയുടെ പിന്നിൽ കണ്ട ആ വീടിന്റെ അകത്തളം ഏതോ വലിയ ലക്ഷറി വില്ലകളെ വെല്ലുന്നതായിരുന്നു. അർജുൻ വിചാരിച്ച നരകം ഇന്നൊരു സ്വർഗമായി മാറിയിരിക്കുന്നു. അവൾ എങ്ങനെ ഇത് സാധിച്ചു? അവൾക്ക് എവിടുന്ന് പണം കിട്ടി? അവന്റെ തലയിൽ 100 ചോദ്യങ്ങൾ മിന്നിമറഞ്ഞു. മായയുടെ ചോദ്യം അർജുന്റെ കാതുകളിൽ ഒരു പ്രഹരം പോലെയാണ് പതിച്ചത്. നിങ്ങൾ ആരെയാണ് തിരയുന്നത് എന്നവൾ ചോദിക്കുമ്പോൾ ആ ശബ്ദത്തിൽ പഴയ ആ വിറയലില്ലായിരുന്നു. തന്നെ ഉപേക്ഷിച്ചു പോയ ഭർത്താവിനെ കാണുമ്പോൾ ഏതൊരു സ്ത്രീയും പ്രകടിപ്പിക്കാറുള്ള സങ്കടമോ പരിഭവമോ അവളുടെ മുഖത്ത് തെളിഞ്ഞില്ല. അർജുൻ തന്റെ സൺഗ്ലാസ് സാവധാനം ഊരിമാറ്റി. താൻ ആരാണെന്ന് അവൾക്ക് വ്യക്തമായി മനസ്സിലാകട്ടെ എന്ന് അവൻ കരുതി. മായ, ഇത് ഞാനാണ് അർജുൻ. നീ എന്നെ തിരിച്ചറിഞ്ഞില്ലേ? അർജുൻ തന്റെ പരുക്കൻ സ്വരത്തിൽ ചോദിച്ചു. കൂടെ നിൽക്കുന്ന സോണിയയുടെ മുന്നിൽ വെച്ച് മായ തന്നെ അവഗണിക്കുന്നത് അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മായ ഒന്ന് പുഞ്ചിരിച്ചു. അതൊരു പരിഹാസ ചിരിയായിരുന്നില്ല, മറിച്ച് എല്ലാം മറന്ന ഒരാളുടെ ശാന്തമായ ചിരിയായിരുന്നു. ഓ അർജുൻ, ക്ഷമിക്കണം, പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല. വർഷങ്ങൾ ഒരുപാടായല്ലോ. എന്തിനാണിപ്പോ ഇങ്ങോട്ട് വന്നത്? അർജുൻ തന്റെ കയ്യിലിരുന്ന BMW കീ വെറുതെ ഒന്ന് കറക്കി കാണിച്ചു. ഇത് സോണിയ, എന്റെ ഭാര്യ. ഞങ്ങൾ ബാംഗ്ലൂരിൽ പുതിയൊരു ബിസിനസ് പ്രോജക്റ്റ് തുടങ്ങുകയാണ്. ഇവിടെ അടുത്തൊരു മീറ്റിങ്ങിന് വന്നതാ. വന്നപ്പോ എന്റെ പഴയ വീടൊന്ന് കാണാമെന്നും നിന്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കാമെന്നും കരുതി. നിനക്കെന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ പറയാൻ മടിക്കേണ്ട. അർജുൻ തന്റെ വാക്കുകളിൽ പരമാവധി പുച്ഛം കലർത്തി. മായ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. വീടിനുള്ളിലേക്ക് ചുവടുവെച്ച അർജുനും സോണിയയും ഒരു നിമിഷം സ്തംഭിച്ചു പോയി. പുറമേ നിന്ന് കണ്ട ആ പഴയ കെട്ടിടത്തിന്റെ ദാരിദ്ര്യം വീടിനുള്ളിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. ആധുനിക രീതിയിലുള്ള ഇന്റീരിയർ വർക്കുകൾ, വില കൂടിയ ഇറ്റാലിയൻ മാർബിൾ പാകിയ തറ, ചുവരുകളിൽ ലോകപ്രശസ്തരായ ചിത്രകാരന്മാരുടെ പെയിന്റിങ്ങുകൾ.
അർജുൻ താമസിക്കുന്ന ആഡംബര ഫ്ലാറ്റിനേക്കാൾ എത്രയോ മനോഹരമായി ആ വീട് ഒരുക്കിയിരിക്കുന്നു. മായ, ഇതെല്ലാം നീ എങ്ങനെ? അർജുന്റെ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. മായ സോഫയിലിരുന്ന് അവർക്ക് വെള്ളം നൽകാൻ ആവശ്യപ്പെട്ടു. നീ പോയപ്പോ എനിക്ക് മുന്നിൽ 2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ അർജുൻ. ഒന്നുകിൽ മകളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി പോരാടുക. നീ പോയ ആ രാത്രിയിൽ ഞാൻ ഒരുപാട് കരഞ്ഞു. പക്ഷേ പിറ്റേന്ന് രാവിലെ എൻ്റെ മകളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് വേണ്ടി അല്ലെങ്കിലും അവൾക്ക് വേണ്ടി എനിക്ക് ജയിച്ചേ തീരുവെന്ന്. നീ എപ്പോഴും പറയുമായിരുന്നല്ലോ എനിക്ക് ലോകം അറിയില്ലാന്ന്. ശരിയായിരുന്നു. നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് നിന്നെ മാത്രമേ അറിയായിരുന്നുള്ളൂ. നീ പോയതോടെയാണ് ഞാൻ ലോകത്തെ പഠിക്കാൻ തുടങ്ങിയത്. അർജുൻ ഒന്നും മിണ്ടാതെ അവളെ നോക്കി നിന്നു. മായ തുടർന്നു. ഞാൻ പഴയതുപോലെ വീട്ടിലിരുന്ന് കരഞ്ഞില്ല. ഓൺലൈൻ വഴി ചെറിയ കോഴ്സുകൾ ചെയ്തു. രാത്രി ഉറക്കമൊഴിഞ്ഞു പഠിച്ചു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ സമ്പാദ്യം കൊണ്ട് ഞാനൊരു ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോം തുടങ്ങി. ഇന്ന് എൻ്റെ കീഴിൽ 100-ലധികം അധ്യാപകർ ജോലി ചെയ്യുന്നുണ്ട്. ഈ ഫ്ലാറ്റ് ഞാൻ വാങ്ങിയതാണ്. ഇവിടെയുള്ളവർക്ക് അത്ഭുതമാണ് ഈ മാറ്റം. പക്ഷെ എനിക്കറിയാം ഈ മാറ്റത്തിന് കാരണം നീ തന്ന ആ മുറിവുകളാണെന്ന്. ഈ സമയം അകത്തെ മുറിയിൽ നിന്ന് ഒരു കുട്ടി ഓടി വന്നു. അവൾ അർജുനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ അർജുന്റെ അതേ തിളക്കമുണ്ട്. അർജുന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. അത് തന്റെ മകളാണ്, തന്റെ രക്തം. അവൾക്ക് വേണ്ടി അന്നൊരു പാൽക്കുപ്പി വാങ്ങാൻ പോലും പണമില്ലാതെ താൻ അവളെ ഉപേക്ഷിച്ചു പോയതാണ്. അമ്മേ, ആരാ ഇത്? അവൾ മായയുടെ കൈപിടിച്ചുകൊണ്ട് ചോദിച്ചു. അർജുൻ പ്രതീക്ഷിച്ചത് മായ തന്റെ മകൾക്ക് അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കുമെന്നാണ്. മകൾ തന്റെ കാല് പിടിച്ച് കരയുമെന്നും താൻ അവളെ ആശ്വസിപ്പിക്കുമെന്നും അവൻ വെറുതെ സ്വപ്നം കണ്ടു. പക്ഷെ മായ ചെയ്തത് അതല്ല. അവൾ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശാന്തമായി പറഞ്ഞു, ഇതൊരു പഴയ സുഹൃത്താണ് മോളെ. അങ്കിൾ വഴിതെറ്റി വന്നതാ. മോള് പോയി പഠിച്ചോ. ആ വാക്കുകൾ അർജുന്റെ നെഞ്ചിൽ തുളച്ചു കയറി. അച്ഛൻ എന്ന സ്ഥാനത്ത് നിന്ന് വെറുമൊരു അങ്കിളായി താൻ മാറിയിരിക്കുന്നു. തന്നെ അവൾ തന്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് പോലും പൂർണ്ണമായി മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. പണം കൊണ്ട് എന്തും നേടാമെന്ന് കരുതിയ അർജുന് അതൊരു വലിയ ആഘാതമായിരുന്നു. സോണിയ അർജുന്റെ കൈ പിടിച്ചു വലിച്ചു. നമുക്കിവിടുന്ന് പോകാം അർജുൻ. ഇവിടെ എന്തിനാ നിൽക്കുന്നത്? സോണിയയുടെ മുഖത്ത് വലിയ അസ്വസ്ഥത ഉണ്ടായിരുന്നു. മായയുടെ വ്യക്തിത്വത്തിന് മുന്നിൽ താൻ വെറുമൊരു കളിപ്പാവ മാത്രമാണെന്ന് അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. അർജുൻ പുറത്തേക്ക് നടക്കുമ്പോൾ മായ അവനെ വിളിച്ചു. അർജുൻ, ഒരു കാര്യം കൂടി. നീ നിന്റെ വിജയം കാണിക്കാൻ വന്നതാണെന്ന് എനിക്കറിയാം. ആ BMW കാറും ഈ വജ്രമോതിരവും നിനക്ക് വലിയ കാര്യമായിരിക്കും. പക്ഷെ നീ ഒന്നോർക്കണം, നീ ഉപേക്ഷിച്ചത് നിന്റെ കുടുംബത്തെയാണ്. ഇന്ന് എൻ്റെ മകൾക്ക് ഒരച്ഛനെ ആവശ്യമില്ല. അവൾക്ക് അമ്മയുണ്ട്. നീ കൊണ്ടുവന്ന ഈ പണം കൊണ്ട് നിനക്ക് സുഖങ്ങൾ വാങ്ങാം, പക്ഷേ സമാധാനം വാങ്ങാൻ കഴിയില്ല. ഇനി ഒരിക്കലും നീ ഇങ്ങോട്ട് വരരുത്. അർജുൻ പടികളിറങ്ങുമ്പോൾ അവന്റെ കാലുകൾക്ക് വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. താഴെ പാർക്ക് ചെയ്തിരുന്ന തന്റെ ലക്ഷറി കാർ ഇപ്പോൾ വെറും ഒരു ഇരുമ്പുകൂടും മാത്രമായി അവന് തോന്നി. ചുറ്റുമുള്ളവർ തന്നെ നോക്കി ചിരിക്കുന്നത് പോലെ. മായയുടെ ആത്മവിശ്വാസം നിറഞ്ഞ മുഖം അവന്റെ കണ്ണുകളിൽ നിന്ന് മാഞ്ഞില്ല. അഹങ്കാരം കൊണ്ട് കണ്ണു കാണാതിരുന്ന അർജുന്റെ ഉള്ളിൽ പശ്ചാത്താപത്തിന്റെ ആദ്യ കനൽ എരിയുകയായിരുന്നു. പണം കൊണ്ട് എല്ലാം കീഴടക്കിയെന്ന് വിശ്വസിച്ച അവൻ ഇന്ന് അക്ഷരാർത്ഥത്തിൽ തോറ്റുപോയിരിക്കുന്നു. ഫ്ളാറ്റിന്റെ പടികൾ ഇറങ്ങുമ്പോൾ അർജുന്റെ കാതുകളിൽ മായയുടെ വാക്കുകൾ വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു. വഴിതെറ്റി വന്ന ഒരാൾ. സ്വന്തം മകളുടെ മുന്നിൽ താൻ വെറും ഒരു അപരിചിതനായി മാറിയിരിക്കുന്നു. താൻ പാർക്ക് ചെയ്തിരിക്കുന്ന തന്റെ ലക്ഷറി കാറിനടുത്തേക്ക് നടക്കുമ്പോൾ അർജുന്റെ നടത്തത്തിന് പഴയ ഗമയുണ്ടായിരുന്നില്ല. കാറിന് ചുറ്റും കൂടി നിൽക്കുന്ന അയൽവാസികളുടെ നോട്ടം പോലും ഇപ്പോൾ അയാളെ പരിഹസിക്കുന്നത് പോലെ തോന്നി. എന്താ അർജുൻ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? നമുക്ക് വേഗം ഇവിടുന്ന് പോകാം. ആ സ്ത്രീയുടെ അഹങ്കാരം കണ്ടില്ലേ? നീ എന്തിനാ അവിടെ വെറുതെ നിന്നു കൊടുത്തത്? സോണിയ കാറിൽ കയറി ഇരുന്നു കൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു. അർജുൻ ഒന്നും മിണ്ടിയില്ല. അയാൾ മെല്ലെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോഴും അയാളുടെ കണ്ണുകളിൽ റിയർവ്യൂ മിററിലൂടെ ആ പഴയ ഫ്ളാറ്റിലേക്കായിരുന്നു. അവിടെ ജനലിലൂടെ മായയും മകളും താഴേക്ക് നോക്കുന്നുണ്ടോ എന്ന് അയാൾ വെറുതെ തിരഞ്ഞു. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അയാൾ ഇത്രയും കാലം സ്വപ്നം കണ്ടിരുന്നത് താൻ വരുമ്പോൾ മായ തന്റെ കാൽക്കൽ വീഴുമെന്നും തന്റെ സമ്പത്ത് കണ്ട് അവൾ പശ്ചാത്താപിക്കുമെന്നുമാണ്. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. മായയുടെ ശാന്തതയും വിജയവും അർജുന്റെ ആത്മവിശ്വാസത്തെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു. കാർ തിരക്കേറിയ മെയിൻ റോഡിലേക്ക് കടന്നു. AC-യുടെ തണുപ്പിലും അർജുൻ വിയർക്കുന്നുണ്ടായിരുന്നു. സോണിയ തന്റെ ബാഗിൽ നിന്ന് വില കൂടിയ മേക്കപ്പ് സെറ്റ് എടുത്ത് മുഖം ശരിയാക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞത് കേട്ടില്ലേ? വലിയ ബിസിനസ് വുമൺ ആണത്രേ. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? നിന്നെ ഒന്ന് താഴ്ത്തിക്കെട്ടാൻ അവൾ വെറുതെ പറഞ്ഞതാവും. സോണിയ പരിഹാസത്തോടെ പറഞ്ഞു. അല്ല സോണിയ, അവൾ പറഞ്ഞത് സത്യമാണ്. അർജുൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ആ വീടിനുള്ളിലെ മാറ്റങ്ങൾ കണ്ടില്ലേ? ആ പെയിന്റിങ്ങുകളും ഇന്റീരിയറും അതൊന്നും വെറുതെ ഒരാൾക്ക് അഭിനയിക്കാൻ പറ്റുന്നതല്ല. അവൾ ശരിക്കും ജയിച്ചിരിക്കുന്നു. ഞാനില്ലാതെ തന്നെ അവൾ പടുത്തുയർത്തിയ സാമ്രാജ്യമാണത്. അതിനിപ്പോ നിനക്കെന്താ? നമുക്കും പണമുണ്ട്, നമുക്കും വലിയ വീടുണ്ട്. അവൾ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. സോണിയ വീണ്ടും പരുഷമായി സംസാരിച്ചു. സോണിയയുടെ വാക്കുകൾ അർജുൻ ആദ്യമായി അരോചകമായി തോന്നി. ഇതുവരെ അവളുടെ ഈ ആധുനിക ശൈലിയും പണത്തോടുള്ള താല്പര്യവുമാണ് തനിക്കിഷ്ടമെന്ന് കരുതിയ അർജുൻ മായയുടെ ആ പഴയ ലാളിത്യവും അന്തസ്സും ഓർത്തുപോയി. മായയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ തനിക്ക് സമാധാനം ഉണ്ടായിരുന്നു. ഇന്ന് കൈനിറയെ പണമുണ്ട്. പക്ഷേ കൂടെയുള്ളത് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന, മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാത്ത ഒരു സ്ത്രീയാണ്.
അർജുൻ തന്റെ ജീവിതം ഒരു തുലാസിൽ വെച്ച് തൂക്കി നോക്കി. ഒരു തട്ടിൽ ലക്ഷറി കാറും പണവും സോണിയായും, മറുതട്ടിൽ മായയുടെ സ്നേഹവും തന്റെ മകളുടെ പുഞ്ചിരിയും. പണത്തിന്റെ തട്ട് താഴ്ന്നു നിൽക്കുന്നുണ്ടെങ്കിലും സ്നേഹത്തിന്റെ തട്ട് ശൂന്യമാണെന്ന് അയാൾക്ക് മനസ്സിലായി. യാത്രക്കിടയിൽ അർജുൻ ഒരു പാർക്കിന് മുന്നിൽ കാർ നിർത്തി. അയാൾക്ക് കുറച്ചുനേരം തനിച്ചിരിക്കണമെന്നുണ്ടായിരുന്നു. സോണിയ കാറിൽ തന്നെ ഇരുന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നു. പാർക്കിലെ ബെഞ്ചിലിരിക്കുമ്പോൾ അർജുൻ അവിടെ കളിക്കുന്ന ചെറിയ കുട്ടികളെ നോക്കി. 7 വർഷം മുമ്പ് തന്റെ മകളെ ഇതുപോലെ ഒരു പാർക്കിൽ കൊണ്ടുപോകാൻ പോലും താൻ തയ്യാറായിരുന്നില്ല. അവളുടെ ഓരോ വളർച്ചയും ഓരോ ചിരിയും താൻ നഷ്ടപ്പെടുത്തി. ആ കുട്ടിയെ അങ്കിൾ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത് മായയുടെ പകയല്ല, മറിച്ച് തന്റെ തന്നെ അസാന്നിധ്യമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. മനസ്സിൽ പശ്ചാത്താപത്തിന്റെ കനൽ ആളിപ്പടരാൻ തുടങ്ങി. താൻ ആരെയാണോ പരിഹസിക്കാൻ പോയത്, അവൾ ഇന്ന് തന്നേക്കാൾ ഉയരത്തിലാണ്. പണം കൊണ്ടല്ല, മറിച്ച് സ്വഭാവം കൊണ്ടും മനക്കരുത്ത് കൊണ്ടും. മായ തന്നോട് ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ അർജുൻ ഇത്രയും വിഷമം തോന്നില്ലായിരുന്നു. പക്ഷെ അവൾ കാണിച്ച ആ മാന്യത, തന്നെ ഒരു അപരിചിതനെ പോലെ കണ്ട ആ രീതി, അതായിരുന്നു ഏറ്റവും വലിയ ശിക്ഷ. എനിക്കെല്ലാം തിരിച്ചു പിടിക്കണം, അർജുൻ മന്ത്രിച്ചു. പക്ഷെ ഉടനെ തന്നെ അയാളുടെ ഉള്ളിലെ യുക്തി പറഞ്ഞു, ഇനി ഒന്നും തിരിച്ചു കിട്ടില്ല അർജുൻ, നീ ആ പാലം പണ്ടേ കത്തിച്ചു കളഞ്ഞു. തിരികെ കാറിലേക്ക് നടക്കുമ്പോൾ അർജുന്റെ തോളുകൾ തൂങ്ങിയിരുന്നു. ലക്ഷങ്ങൾ വിലയുള്ള ആ സ്യൂട്ട് ഇപ്പോൾ അയാൾക്കൊരു ഭാരമായി തോന്നി. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം മായയെ ഉപേക്ഷിച്ചതാണെന്ന് അയാൾക്ക് ഉറപ്പായി. സോണിയോടുള്ള തന്റെ ഇഷ്ടം പോലും വെറും പുറമോടിയാണെന്നും യഥാർത്ഥ സന്തോഷം താൻ പണ്ടേ ആ പഴയ വീടിന്റെ പടിവാതിൽക്കൽ ഉപേക്ഷിച്ചു പോയതാണെന്നും തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. കാർ വീണ്ടും ബാംഗ്ലൂരിലെ ആഡംബര മേഖലയായ ഇന്ദിരാനഗറിലെ അർജുന്റെ ഫ്ളാറ്റിലേക്ക് കുതിച്ചു. പക്ഷേ അർജുന്റെ മനസ്സ് ഇപ്പോഴും ആ പഴയ കോളനിയിലെ 302 നമ്പർ മുറിയിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു. കാറിനുള്ളിലെ നിശബ്ദത സോണിയയെ അസ്വസ്ഥയാക്കി. അവൾക്ക് അർജുന്റെ ഈ മാറ്റം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അർജുൻ, നീ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ആ സ്ത്രീ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്ന് കരുതി നീ ഇങ്ങനെ തളർന്നു പോകണോ? അവളുടെ ആ വിജയം കണ്ടിട്ട് എനിക്കെന്തോ പന്തികേട് തോന്നുന്നു. പണ്ട് നിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ 1 രൂപയ്ക്ക് വകയില്ലാത്തവളായിരുന്നു അവൾ. ഇപ്പോൾ ഇത്രയും പണം എവിടെ നിന്ന് വന്നു? ഏതെങ്കിലും വഴിവിട്ട രീതിയിലാകില്ലേ? സോണിയയുടെ വാക്കുകളിൽ വിഷം കലർന്നിരുന്നു. നിർത്ത് സോണിയ, അർജുൻ ആദ്യമായി അവൾക്ക് നേരെ ശബ്ദമുയർത്തി. അവൾ കഷ്ടപ്പെട്ട് നേടിയതാണത്. അവളുടെ കണ്ണുകളിൽ ആ ആത്മവിശ്വാസം ഞാൻ കണ്ടു. നീയോ ഞാനോ വിചാരിച്ചാൽ തകർക്കാൻ പറ്റുന്ന ഒന്നല്ല അത്. നമ്മൾ അവളെ പരിഹസിക്കാൻ പോയി, പക്ഷെ അവസാനം നാണം കെട്ടത് നമ്മളാണ്. സോണിയ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. അർജുൻ കാർ തന്റെ അപ്പാർട്ട്മെന്റിന്റെ പാർക്കിങ്ങിൽ നിർത്തി. കോടികൾ വിലമതിക്കുന്ന ഫ്ളാറ്റിലേക്ക് അവർ കയറി. മനോഹരമായി അലങ്കരിച്ച ലിവിംഗ് റൂം, ഏറ്റവും പുതിയ ഹോം തിയേറ്റർ, വിദേശത്തു നിന്നും വരുത്തിയ ഫർണിച്ചറുകൾ എല്ലാം അവിടെയുണ്ട്. പക്ഷേ അർജുൻ അന്ന് ആ വീട് ഒരു തടവറ പോലെ തോന്നി. മായയുടെ ലളിതമായ ആ വീടിനുണ്ടായിരുന്ന ഒരു ജീവൻ ഇവിടെ ഒരിടത്തുമില്ല. അർജുൻ ബാൽക്കണിയിലേക്ക് നടന്നു. നഗരത്തിലെ വെളിച്ചങ്ങൾ താഴെ മിന്നിത്തിളങ്ങുന്നു. ആ വെളിച്ചങ്ങൾക്കിടയിൽ എവിടെയോ തന്റെ മകൾ ഉറങ്ങുന്നുണ്ടാവും. അവളുടെ പേര് പോലും തനിക്കറിയില്ലല്ലോ എന്നോർത്തപ്പോൾ അയാളുടെ നെഞ്ചിലൊരു ഭാരം വന്നു നിറഞ്ഞു. 7 വർഷം മുമ്പ് താൻ ഉപേക്ഷിച്ചു പോയ ആ കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും അർജുന്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം എടുക്കാമോ? സോണിയ അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. അർജുൻ വെള്ളവുമായി ചെന്നപ്പോൾ സോണിയ ഫോണിൽ പുതിയ വജ്രാഭരണങ്ങളുടെ ഡിസൈൻ നോക്കുകയായിരുന്നു. അർജുൻ, അടുത്ത മാസം എന്റെ ഫ്രണ്ടിന്റെ കല്യാണമല്ലേ? ഇതാ നോക്ക്, എനിക്ക് ഈ മാല വേണം. ഇതിന് 10 ലക്ഷമേ ഉള്ളൂ. നീ ഇത് വാങ്ങിത്തരുമല്ലോ അല്ലേ? അവൾ ലാഘവത്തോടെ ചോദിച്ചു. അർജുൻ സോണിയയെ ഒരു അപരിചിതയെ പോലെ നോക്കി. ഈ സ്ത്രീക്ക് പണമല്ലാതെ മറ്റൊന്നും അറിയില്ലേ? താൻ ഇത്രയും വലിയൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും അവൾക്ക് വേണ്ടത് പുതിയ ആഭരണങ്ങളാണ്. അവളായിരുന്നെങ്കിൽ തന്റെ മുഖത്തെ ചെറിയ മാറ്റം പോലും കണ്ട ഓടി വന്ന് ചോദിക്കുമായിരുന്നു. അവൾക്ക് തന്റെ സന്തോഷമായിരുന്നു വലുത്. താൻ പണമില്ലാതെ കഷ്ടപ്പെട്ട കാലത്തും അവൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടിരുന്നു. സോണിയ, നിനക്ക് പണമല്ലാതെ മറ്റെന്തെങ്കിലും ചിന്തയുണ്ടോ? ഞാൻ ഇന്ന് എത്രമാത്രം തകർന്നിരിക്കുകയാണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അർജുൻ സങ്കടത്തോടെ ചോദിച്ചു. ഓ, പിന്നെയും തുടങ്ങിയോ ആ മായയുടെ പുരാണം? അവൾ നിന്നെ അപമാനിച്ചു വിട്ടു, എന്നിട്ട് നിനക്ക് അവളോട് സഹതാപമാണോ? അർജുൻ, നീ പണമുണ്ടാക്കിയത് ആസ്വദിക്കാനാണ്, അല്ലാതെ പഴയ കാര്യങ്ങൾ ഓർത്ത് കരയാനല്ല. നിനക്ക് അവളെയോ ആ കുട്ടിയെയോ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പോയി അവരുടെ കൂടെ താമസിച്ചോ. സോണിയ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് തന്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. അർജുൻ തകർന്നു പോയി. പണം കൊണ്ട് താൻ വാങ്ങിയ ജീവിതം എത്രമാത്രം പൊള്ളയാണെന്ന് അയാൾക്ക് ബോധ്യമായി. സോണിയ തന്നെ സ്നേഹിക്കുന്നത് തന്റെ പണത്തെയും സ്റ്റാറ്റസിനെയും മാത്രമാണ്. നാളെ ഈ പണം പോയാൽ അവൾ ആദ്യം തന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന് അയാൾക്ക് ഉറപ്പായി. പക്ഷേ മായ, അവൾ അങ്ങനെയല്ലായിരുന്നു. അർജുൻ തന്റെ ലാപ്ടോപ്പ് തുറന്നു. മായയുടെ കമ്പനിയെക്കുറിച്ച് അയാൾ കൂടുതൽ അറിയണമെന്നുണ്ടായിരുന്നു. ഗൂഗിളിൽ അവളുടെ പേര് തിരഞ്ഞപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു പോയി. വിദ്യാദീപം എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ സ്ഥാപകയും സിഇഒയുമാണ് മായ. നിരവധി അവാർഡുകൾ നേടിയ, സമൂഹത്തിലെ താഴെക്കിടയിലുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനം. അവളുടെ അഭിമുഖങ്ങൾ അയാൾ ഓരോന്നായി കണ്ടു. അതിലൊന്നിൽ അവൾ പറയുന്നുണ്ടായിരുന്നു, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി വന്നപ്പോൾ എനിക്ക് തുണയായത് എൻ്റെ മകളാണ്. അവൾക്കൊരു നല്ല ഭാവി നൽകണമെന്നുള്ള ആഗ്രഹമാണ് എന്നെ ഈ നിലയിലെത്തിച്ചത്. അർജുന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്റെ മകൾ എന്നാണ് അവൾ പറഞ്ഞത്. അതിൽ തനിക്കൊരവകാശവുമില്ല. താൻ തന്റെ രക്തത്തെ അനാഥമാക്കാൻ ശ്രമിച്ചവനാണ്.
മായ എന്ന പെൺകുട്ടി തന്റെ വേദനകളെ ഇന്ധനമാക്കിയാണ് ഈ സാമ്രാജ്യം പടുത്തുയർത്തിയത്. അർജുൻ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നു. അവിടെ കണ്ട രൂപത്തോട് അയാൾക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി. വില കൂടിയ സ്യൂട്ടിനുള്ളിൽ ഒരു നട്ടല്ലില്ലാത്ത മനുഷ്യനെയാണ് അയാൾ കണ്ടത്. അർജുൻ തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും മായയോട് മാപ്പ് ചോദിക്കണം. അവൾ തന്നോട് ക്ഷമിച്ചില്ലെങ്കിലും സാരമില്ല, തന്റെ ഭാഗത്തെ തെറ്റുകൾ ഏറ്റുപറയണം. പക്ഷേ അതിനവൾ സമ്മതിക്കോ? അവളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എന്നേക്കുമായി പുറത്താക്കിയ അവൾ ഇനി തന്നെ കേൾക്കാൻ തയ്യാറാകുമോ? രാത്രിയുടെ നിശബ്ദതയിൽ അർജുൻ തന്റെ പശ്ചാത്താപത്തിന്റെ കടലിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരുന്നു. ആ രാത്രി അർജുൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ബെഡിൽ കിടക്കുമ്പോൾ തന്റെ ഫ്ളാറ്റിലെ ആഡംബരങ്ങൾ ഓരോന്നും അവനെ നോക്കി പല്ലിളിക്കുന്നത് പോലെ തോന്നി. ജനാലയിലൂടെ പുറത്തെ നഗര വെളിച്ചം നോക്കി നിൽക്കുമ്പോൾ 7 വർഷം മുമ്പ് താൻ ഉപേക്ഷിച്ചു പോയ ആ കുഞ്ഞുടുപ്പുകളുടെ ഗന്ധം തന്റെ നാസാരാന്ത്രങ്ങളിൽ എത്തുന്നത് പോലെ അയാൾക്ക് തോന്നി. പശ്ചാത്താപം ഒരു വിഷാദമായി അയാളെ ഗ്രസിച്ചു തുടങ്ങിയിരുന്നു. പിറ്റേന്ന് രാവിലെ അർജുൻ ഉണർന്നത് ഒരു തീരുമാനത്തോടെയാണ്. മായയെ ഒന്നുകൂടി കാണണം. ഇന്നലെ അഹങ്കാരത്തോടെയാണ് പോയതെങ്കിൽ ഇന്ന് വിനയത്തോടെ പോകണം. അവൾ നൽകിയ ആ സുഹൃത്ത് എന്ന പദവിയെങ്കിലും ഒന്ന് നിലനിർത്താൻ കഴിയുമോ എന്ന് നോക്കണം. സോണിയ അപ്പോഴും ഉറക്കത്തിലായിരുന്നു. അവളോടൊന്നും പറയാതെ അർജുൻ കാറെടുത്ത് പുറത്തിറങ്ങി. റോഡരികിലെ ഒരു വലിയ പൂക്കടയിൽ അർജുൻ കാർ നിർത്തി. മായയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെളുത്ത റോസാപ്പൂക്കൾ അയാൾ വാങ്ങി. കൂടെ തന്റെ മകൾക്ക് വേണ്ടി മനോഹരമായ ഒരു പാവക്കുട്ടിയും. കയ്യിലുള്ള ആ വലിയ സമ്മാനപ്പൊതി നോക്കി നിൽക്കുമ്പോൾ അയാൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഈ പൂക്കൾ അവർ സ്വീകരിക്കുമോ? മകൾ ആ പാവക്കുട്ടിയെ തൊടുമോ? വീണ്ടും ആ പഴയ ഫ്ളാറ്റിന് മുന്നിൽ എത്തിയപ്പോൾ അർജുന്റെ നെഞ്ചിടിപ്പ് കൂടി. ഇന്നലത്തെ ആ ആത്മവിശ്വാസം എവിടെയോ പോയി മറഞ്ഞിരിക്കുന്നു. അയാൾ പടികൾ കയറി 302 നമ്പർ മുറിക്ക് മുന്നിലെത്തി. വാതിൽക്കൽ മുട്ടാൻ തുടങ്ങിയപ്പോൾ ഉള്ളിൽ നിന്ന് ആരോ സംസാരിക്കുന്നത് കേട്ടു. മായ, ഈ മാസം നമ്മൾ ഗ്രാമങ്ങളിലെ 10 കുട്ടികൾക്ക് കൂടി സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. പിന്നെ മോളുടെ സ്കൂൾ ഫീസും അടച്ചു കഴിഞ്ഞു. അതൊരു പുരുഷന്റെ ശബ്ദമായിരുന്നു. അർജുന്റെ കൈകൾ അവിടെ തറഞ്ഞു നിന്നു. ആരായിരിക്കും അത്? മായയുടെ ജീവിതത്തിൽ മറ്റാരെങ്കിലും വന്നോ? ആ ചിന്ത അയാളെ വല്ലാതെ വേദനിപ്പിച്ചു. താൻ ഉപേക്ഷിച്ചു പോയയിടത്ത് മറ്റൊരാൾ സ്ഥാനം പിടിച്ചിട്ടുണ്ടാകുമോ? അയാൾ മെല്ലെ വാതിൽക്കൽ മുട്ടി. വാതിൽ തുറന്നത് ഒരു മധ്യവയസ്കനായിരുന്നു. മായയുടെ കമ്പനിയിലെ മാനേജരായിരിക്കാം. അർജുനെ കണ്ടപ്പോൾ അയാൾക്ക് ആളെ മനസ്സിലായില്ല. ആരെയാണ് കാണേണ്ടത്? അയാൾ ചോദിച്ചു. എനിക്ക് മായയെ ഒന്ന് കാണണം. എൻ്റെ പേര് അർജുൻ. അർജുൻ വിക്കി പറഞ്ഞു. ശബ്ദം കേട്ട് മായ പുറത്തേക്ക് വന്നു. കയ്യിൽ ലാപ്ടോപ്പുമായി ജോലി തിരക്കിലായിരുന്നു അവൾ. അർജുനെ വീണ്ടും അവിടെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് ചെറിയൊരു അതൃപ്തി തെളിഞ്ഞു. അർജുൻ, നീ എന്തിനാ വീണ്ടും വന്നത്? ഇന്നലെ തന്നെ ഞാൻ എല്ലാം വ്യക്തമാക്കിയതല്ലേ? മായ, എനിക്ക് നിന്നോട് മാപ്പ് ചോദിക്കണം. ഇന്നലെ ഞാൻ വന്ന രീതി തെറ്റായിരുന്നു. എനിക്ക് പണത്തിന്റെ അഹങ്കാരമായിരുന്നു. പക്ഷേ നീ നിന്റെ ജീവിതം കൊണ്ട് എന്നെ തോൽപ്പിച്ച് കളഞ്ഞു. ഇതാ നിനക്ക് വേണ്ടി കുറച്ച് പൂക്കളും മോൾക്കൊരു സമ്മാനവും. അർജുൻ ആ പൂച്ചെണ്ട് അവൾക്ക് നേരെ നീട്ടി. മായ ആ പൂക്കൾ വാങ്ങിയില്ല. അവൾ ശാന്തമായി പറഞ്ഞു. അർജുൻ, ഈ പൂക്കൾക്കും സമ്മാനങ്ങൾക്കും ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല. നീ മാപ്പ് ചോദിക്കുന്നത് നിന്റെ മനസാക്ഷിയെ സമാധാനിപ്പിക്കാനാണ്, അല്ലാതെ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല. 7 വർഷം മുമ്പ് ഈ പൂക്കൾക്ക് പകരം ഒരു തുള്ളി സ്നേഹമായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അന്ന് എൻ്റെ മകൾ വിശന്ന് കരയുമ്പോൾ നീ ഒന്നും വാങ്ങിക്കൊടുത്തില്ല. ഇന്ന് എനിക്ക് സ്വന്തമായി പൂന്തോട്ടങ്ങൾ വാങ്ങാനുള്ള ശേഷിയുണ്ട്. ഇതുകൊണ്ട് തിരികെ പൊയ്ക്കോളൂ. മായ, പ്ലീസ് എൻ്റെ മകളെ ഒന്ന് കാണാൻ അനുവദിക്കോ? എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. അർജുൻ യാചിച്ചു. മായ അകത്തേക്ക് നോക്കി വിളിച്ചു. അനന്യ, ഇങ്ങോട്ടൊന്ന് വന്നേ. അനന്യ ഓടി വന്നു. അവൾ അർജുനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ യാതൊരു മമതയുമില്ല. മായ ചോദിച്ചു. മോളെ, ഈ അങ്കിൾ നിനക്കൊരു സമ്മാനം തരുന്നുണ്ട്, വേണോ? അനന്യ ആ പാവക്കുട്ടിയെ ഒന്ന് നോക്കി. എന്നിട്ട് വളരെ പക്വതയോടെ പറഞ്ഞു. വേണ്ടമ്മേ, എനിക്ക് അമ്മ വാങ്ങിത്തന്ന ഒരുപാട് പാവകളുണ്ട്. അറിയാത്തവർ തരുന്ന സമ്മാനം വാങ്ങരുതെന്നല്ലേ അമ്മ പറഞ്ഞത്? അനന്യയുടെ ആ വാക്കുകൾ അർജുന്റെ ഹൃദയത്തിൽ തറച്ചു. അർജുൻ കൊണ്ടുവന്ന ആ വില കൂടിയ പാവക്കുട്ടി വെറും ചവറായി മാറി. മായ തന്റെ മകളെ വളർത്തിയിരിക്കുന്നത് ആരുടെയും ദാനധർമ്മങ്ങൾ സ്വീകരിക്കാത്ത ആത്മാഭിമാനമുള്ള ഒരു പെൺകുട്ടിയായാണ്. അതിൽ അർജുൻ എന്ന അച്ഛന് ഒരിടവുമില്ല. കേട്ടല്ലോ അർജുൻ, കുട്ടികൾക്ക് സത്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. നീ പോകുന്നതാണ് നല്ലത്. എന്റെ മകൾക്ക് ഒരച്ഛനില്ല എന്ന സത്യം അവൾ പഠിച്ചു കഴിഞ്ഞു. അതിലേക്കിനി ഒരു പുതിയ അച്ഛനെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മായ പറഞ്ഞുകൊണ്ട് വാതിലടച്ചു. അടഞ്ഞ വാതിലിന് മുന്നിൽ ആ പൂക്കളും പാവക്കുട്ടിയുമായി അർജുൻ തകർന്നു നിന്നു. പണം കൊണ്ടെല്ലാം തിരിച്ചു പിടിക്കാമെന്ന് കരുതിയ അവന്റെ അവസാനത്തെ പ്രതീക്ഷയും അവിടെ അസ്തമിച്ചു. താഴെ പാർക്കിങ്ങിൽ കിടക്കുന്ന BMW കാറിന് തന്റെ മകളുടെ ഒരു പുഞ്ചിരിയോളം പോലും വിലയില്ലെന്ന് അയാൾ കരച്ചിലോടെ തിരിച്ചറിഞ്ഞു. കയ്യിലിരുന്ന വെളുത്ത റോസാപ്പൂക്കൾ ആ പടികളിൽ ഉപേക്ഷിച്ചാണ് അർജുൻ താഴേക്ക് നടന്നത്. ഓരോ പടിയും ഇറങ്ങുമ്പോൾ തന്റെ ഹൃദയത്തിൽ നിന്ന് എന്തൊക്കെയോ അറ്റുപോയതുപോലെ അയാൾക്ക് തോന്നി. പാവക്കുട്ടിയെ അയാൾ മുറുകെ പിടിച്ചിരുന്നു. തന്റെ മകൾ തൊടാൻ പോലും വിസമ്മതിച്ച ആ പാവക്കുട്ടി ഇപ്പോൾ അയാളുടെ പരാജയത്തിന്റെ ചിഹ്നമായി മാറി. കാറിൽ കയറിയിരുന്നിട്ടും അയാൾക്ക് വണ്ടി എടുക്കാൻ തോന്നിയില്ല. സ്റ്റിയറിംഗിൽ തല ചായ്ച്ച് അയാൾ കുറെ നേരം ഇരുന്നു. 7 വർഷം മുമ്പ് താൻ എത്ര വലിയ ക്രൂരതയാണ് ചെയ്തതെന്ന് ഓരോ നിമിഷവും അയാൾക്ക് ഓർമ്മ വന്നു.
അന്ന് മായ ഗർഭിണിയായിരുന്നപ്പോഴും പ്രസവിച്ച ശേഷവും അവൾ അനുഭവിച്ച കഷ്ടപ്പാടുകളിൽ ഒന്നുപോലും താൻ കണ്ടില്ലെന്ന് നടിച്ചു. തന്റെ ആഡംബര മോഹങ്ങളും സോണിയെ പോലെയുള്ളവരുടെ സൗഹൃദത്തിനും വേണ്ടി താൻ ബലി കൊടുത്തത് ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതമായിരുന്നു. അർജുൻ തിരികെ ഫ്ളാറ്റിലെത്തിയപ്പോൾ സോണിയ അവിടെ ഭയങ്കര ബഹളത്തിലായിരുന്നു. ഫോണിലൂടെ ആരോട് തർക്കിക്കുകയാണ് അവൾ. അർജുനെ കണ്ടതും അവൾ ഫോൺ കട്ട് ചെയ്ത് അയാളുടെ നേരെ തിരിഞ്ഞു. നീ എവിടെ പോയതായിരുന്നു അർജുൻ? നിനക്ക് വട്ടായോ? ആ പഴയ ഭാര്യയുടെ വീടിന് ചുറ്റും കറങ്ങി നടക്കുകയാണോ നീ? രാവിലെ തന്നെ എന്നെ ആരോ വിളിച്ചു പറഞ്ഞു നീ ആ പഴയ കോളനിയിൽ പൂക്കളുമായി നിൽക്കുന്നത് കണ്ടെന്ന്. നിനക്ക് നാണോ ഇല്ലേ? എന്റെ സ്റ്റാറ്റസ് നീ അവിടെ കൊണ്ടുപോയി കളയും, സോണിയ ആക്രോശിച്ചു. അർജുൻ ശാന്തനായി അവളെ നോക്കി. സോണിയ, സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ കാറും വീടുമാണോ? അതോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ സമാധാനമായി ജീവിക്കുന്നതാണോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ സോണിയ, അതോ എന്റെ പണത്തെയോ? സോണിയ ഒന്ന് പരിഹസിച്ചു ചിരിച്ചു. പണമില്ലാത്ത നിന്നെ ഞാൻ എന്തിനു സ്നേഹിക്കണം? സ്നേഹം കൊണ്ട് മാത്രം വിശപ്പടങ്ങില്ല അർജുൻ. നീ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കണ്ട. എനിക്ക് അടുത്ത ആഴ്ച പാരീസിലേക്ക് ഒരു ട്രിപ്പ് പോകണം. അതിനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യണം. പഴയ കാര്യങ്ങൾ ആലോചിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. അർജുൻ എല്ലാം വ്യക്തമായി. സോണിയ ഒരിക്കലും മായയാകില്ല. മായക്ക് അർജുൻ വെറുമൊരു ഭർത്താവല്ല, അവളുടെ ലോകമായിരുന്നു. എന്നാൽ സോണിയയ്ക്ക് അർജുൻ തന്റെ ആഡംബരങ്ങൾ നിറവേറ്റിത്തരുന്ന ഒരു മെഷീൻ മാത്രമാണ്. അയാൾ അന്ന് വൈകുന്നേരം തന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ബിസിനസ് കണക്കുകളും പരിശോധിച്ചു. കോടികളുടെ ആസ്തിയുണ്ട്, പക്ഷേ മനസ്സൊരു വല്ലാത്ത ശൂന്യതയിലാണ്. അർജുൻ തന്റെ പഴയ ഡയറി തിരഞ്ഞു പിടിച്ചു. മായയുടെ കൂടെ താമസിച്ചിരുന്ന കാലത്ത് എഴുതിയിരുന്ന ചില വരികൾ അതിലുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടി താനന്ന് വാങ്ങിയിരുന്ന ചെറിയ സമ്മാനങ്ങളെക്കുറിച്ച് പോലും അവൾ വാതോരാതെ സംസാരിക്കുമായിരുന്നു. ഒരു 10 രൂപയുടെ മുല്ലപ്പൂവിന് പോലും അവൾ തന്നിരുന്ന വില 10 കോടിയേക്കാൾ വലുതായിരുന്നു. അർജുന്റെ കണ്ണുകൾ നിറഞ്ഞു. പണം കൊണ്ട് താൻ എല്ലാം വാങ്ങിയെന്ന് കരുതി. പക്ഷേ ഏറ്റവും വലിയ സമ്പത്തായ സ്നേഹം താൻ എന്നേ വിറ്റുതൊലിച്ചു കഴിഞ്ഞു. അർജുൻ വീണ്ടും മായയുടെ വെബ്സൈറ്റിൽ കയറി. അതിൽ അവളുടെ സ്ഥാപനത്തിലെ കുട്ടികൾക്കൊപ്പം അവൾ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോകൾ കണ്ടു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ആത്മവിശ്വാസത്തിന്റെ തിളക്കമുണ്ട്. താൻ കൂടെയില്ലാത്ത 7 വർഷങ്ങൾ അവളെ കൂടുതൽ കരുത്തിയാക്കിയിരിക്കുന്നു. താനില്ലാതെ അവൾ ജീവിക്കില്ലെന്ന് കരുതിയ അർജുന് അത് വലിയൊരു തിരിച്ചറിവായിരുന്നു. തന്റെ അസാന്നിധ്യം അവൾക്ക് ശാപമല്ല, മറിച്ച് അനുഗ്രഹമാണ് ഉണ്ടായതെന്ന് അയാൾക്ക് മനസ്സിലായി. രാത്രിയിൽ അർജുൻ സോണിയോട് പറഞ്ഞു, സോണിയ, നമുക്ക് കുറച്ചു കാലം മാറി താമസിച്ചാലോ? എനിക്ക് കുറച്ച് സമാധാനം വേണം. മാറി താമസിക്കാനോ അർജുൻ? നിനക്ക് ശരിക്കും വട്ടാണ്. നിനക്ക് സമാധാനം വേണമെങ്കിൽ ഏതെങ്കിലും ഹിമാലയത്തിൽ പോയിരുന്നു. പക്ഷേ എന്റെ ചിലവുകൾക്ക് മുടക്കം വരരുത്. ഈ ഫ്ളാറ്റും കാറും എനിക്ക് വേണം. സോണിയ യാതൊരു മടിയും കൂടാതെ പറഞ്ഞു. അർജുൻ ഒന്നും മറുപടി പറഞ്ഞില്ല. അയാൾ തന്റെ കുറച്ച് വസ്ത്രങ്ങൾ മാത്രം ഒരു ബാഗിലാക്കി. പണവും പദവിയും തരുന്ന ഈ ആഡംബര ഫ്ളാറ്റിൽ ഇനി ഒരു നിമിഷം പോലും നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ പുറത്തിറങ്ങി. ലിഫ്റ്റിലൂടെ താഴേക്ക് പോകുമ്പോൾ കണ്ണാടിയിൽ കണ്ട രൂപത്തെ നോക്കി അയാൾ വീണ്ടും ചോദിച്ചു, അർജുൻ, നീ എന്തിനാണ് പണത്തിന് പിന്നാലെ ഓടിയത്? അവസാനം നീ എവിടെ എത്തി? കാറെടുത്ത് അയാൾ നഗരത്തിലൂടെ ലക്ഷ്യമില്ലാതെ ഓടിച്ചു. താൻ ഉപേക്ഷിച്ച മായയുടെ വീടിന് മുന്നിലൂടെ അയാൾ ഒരിക്കൽ കൂടി കടന്നുപോയി. അവിടെ ജനലിൽ ഒരു ചെറിയ വെളിച്ചം കണ്ടു. മായയും മകളും അവിടെ സുരക്ഷിതരാണ്, സന്തോഷവതികളാണ്. താൻ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് അവർക്ക് ഗുണമല്ല, ദോഷമേ ചെയ്യൂ എന്ന് അയാൾക്ക് ഉറപ്പായി. അവരെ ശല്യം ചെയ്യാതിരിക്കുന്നതാണ് താൻ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് അയാൾ പതുക്കെ മനസ്സിലാക്കി തുടങ്ങി. പശ്ചാത്താപം അയാളെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുകയായിരുന്നു. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും മാറി അർജുൻ ഒരു ചെറിയ പാർക്കിങ്ങിൽ കാർ നിർത്തി. രാത്രിയുടെ നിശബ്ദതയിൽ അയാളുടെ ചിന്തകൾ കൂടുതൽ വ്യക്തമായി തുടങ്ങി. താൻ ഇത്രയും കാലം കെട്ടിപ്പടുത്ത സാമ്രാജ്യം വെറും മണൽക്കൊട്ടയായിരുന്നു എന്ന് അയാൾക്ക് ബോധ്യമായി. സോണിയയുമായുള്ള ബന്ധം വെറും പണത്തിന്മേൽ ഉറപ്പിച്ച ഒന്നാണെന്നും അതിൽ ആത്മാവില്ലെന്നും അയാൾ തിരിച്ചറിഞ്ഞു. മായയെ വീണ്ടും കാണാൻ പോയത് അവളെ തിരികെ കിട്ടാനല്ല, മറിച്ച് തന്റെ മനസാക്ഷിയെ ഒന്ന് സമാധാനിപ്പിക്കാനായിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷേ മായയുടെ ആത്മവിശ്വാസം നിറഞ്ഞ മുഖം അയാളോട് പറഞ്ഞത് ഒന്നേയുള്ളൂ, നിന്റെ മാപ്പപേക്ഷ കൊണ്ട് എനിക്കിനി ഒന്നും നേടാനില്ല. അർജുൻ തന്റെ ഫോൺ എടുത്ത് സോണിയയ്ക്ക് ഒരു സന്ദേശം അയച്ചു. സോണിയ, ഈ ഫ്ളാറ്റും കാറും നിനക്ക് തന്നെ ഇരിക്കട്ടെ. എനിക്ക് കുറച്ചു കാലം മാറി നിൽക്കണം. എന്റെ ബാങ്ക് അക്കൗണ്ടിലെ പകുതി വിഹിതം നിനക്ക് നൽകാൻ ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ തമ്മിൽ കാണാതിരിക്കുന്നതാണ് നല്ലത്. സോണിയയിൽ നിന്ന് ഉടനെ മറുപടി വന്നു. അതിൽ സങ്കടമായിരുന്നില്ല, മറിച്ച് പണം കിട്ടുമെന്ന ആശ്വാസമായിരുന്നു. ശരി അർജുൻ, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് വക്കീൽ വഴി തീർക്കാം. ആ മറുപടി വായിച്ചപ്പോൾ അർജുന് സങ്കടമല്ല, മറിച്ചൊരു വലിയ ഭാരമൊഴിഞ്ഞ ആശ്വാസമാണ് തോന്നിയത്. താൻ ഇത്രയും കാലം സ്നേഹിച്ചു എന്ന് കരുതിയ സ്ത്രീക്ക് തന്റെ അഭാവത്തേക്കാൾ വലുത് ബാങ്ക് ബാലൻസ് ആണെന്ന് ഉറപ്പായ നിമിഷം. അടുത്ത ദിവസം അർജുൻ മായയുടെ ഓഫീസിലേക്ക് വിളിച്ചു. നേരിട്ട് പോയാൽ അവൾക്ക് അസ്വസ്ഥത ഉണ്ടാകുമെന്ന് കരുതിയാണ് അയാൾ ഫോൺ തിരഞ്ഞെടുത്തത്. ഫോൺ എടുത്തത് അവളുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു. ഹലോ, എനിക്ക് മായ മാഡത്തോടൊന്ന് സംസാരിക്കണം. എന്റെ പേര് അർജുൻ എന്നാണ്, അയാൾ വിനീതമായി പറഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം മായ ഫോണിലെത്തി. പറയൂ അർജുൻ, എന്തിനാണ് നീ വീണ്ടും വിളിക്കുന്നത്? അവളുടെ ശബ്ദത്തിൽ പഴയ ദേഷ്യമില്ലായിരുന്നു, പകരം ഒരുതരം മടുപ്പായിരുന്നു. മായ, ഞാൻ നിന്നെ ശല്യം ചെയ്യാൻ വിളിച്ചതല്ല. എനിക്കൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതി.
ഞാൻ എൻ്റെ സ്വത്തുക്കളുടെ പകുതി ഭാഗം അനന്യയുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവൾക്ക് 18 വയസ്സ് തികയുമ്പോൾ അത് അവൾക്ക് ലഭിക്കും. ഇത് നിന്നെ സഹായിക്കാനല്ല, മറിച്ച് എൻ്റെ മകളോട് ഞാൻ ചെയ്ത ക്രൂരതയ്ക്ക് ഒരു ചെറിയ പ്രായശ്ചിത്തം മാത്രമാണ്. നീ ഇത് തടയരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അർജുൻ ഇടറുന്ന ശബ്ദത്തിൽ പറഞ്ഞു. മായ കുറച്ചുനേരം നിശബ്ദയായി നിന്നു. പിന്നീട് അവൾ പറഞ്ഞു, അർജുൻ, നിന്റെ പണം അനന്യയ്ക്ക് ആവശ്യമില്ല. അവൾക്ക് വേണ്ടത് ഒരച്ഛൻ്റെ തണലായിരുന്നു. അത് നൽകാൻ നിനക്ക് കഴിഞ്ഞില്ല. പക്ഷേ നിന്റെ പശ്ചാത്താപം സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ പണം അനന്യയുടെ പേരിൽ ഉണ്ടാവട്ടെ. പക്ഷെ അതുകൊണ്ട് അവൾക്ക് നിന്നോട് സ്നേഹം തോന്നുമെന്ന് നീ വിചാരിക്കരുത്. അവൾക്ക് അവളുടെ അമ്മയുണ്ട്. അത് മതി അവൾക്ക്. എനിക്കറിയാം മായ, എനിക്കൊരവകാശവും ഇല്ലെന്ന് എനിക്കറിയാം. എനിക്കൊരു കാര്യം കൂടി അറിയണം. അനന്യയ്ക്ക് അവളുടെ അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? അർജുൻ, അവൾക്കറിയാം അവളുടെ അച്ഛൻ വലിയൊരു ബിസിനസ്സുകാരനാണെന്നും അദ്ദേഹം ദൂരെ എവിടെയോ ജോലി ചെയ്യുകയാണെന്നും. പക്ഷെ അവൾ ഒരിക്കലും നിന്നെക്കുറിച്ച് ചോദിക്കാറില്ല. അവളുടെ ലോകത്ത് നീ ഒരു ശൂന്യതയാണ്. ആ ശൂന്യത നിറയ്ക്കാൻ നിനക്കോ നിന്റെ പണത്തിനോ കഴിയില്ല. അർജുൻ, നീ നിന്റെ ജീവിതം ജീവിക്കുക. എന്നെയും എൻ്റെ മകളെയും അവളുടെ വഴിയെ വിടുക. അതായിരിക്കും നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം. മായ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് അർജുൻ കുറേ നേരം ഇരുന്നു. മകളുടെ മുന്നിൽ താൻ വെറുമൊരു ശൂന്യത ആണെന്ന സത്യം അയാളെ വല്ലാതെ തളർത്തി. ഒരച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയാത്ത ആ കുട്ടിക്ക് വേണ്ടി താൻ എന്ത് ചെയ്താലും അത് മതിയാവില്ല. അർജുൻ തന്റെ ജീവിതം ഒന്നേന്ന് തുടങ്ങാൻ തീരുമാനിച്ചു. ആഡംബരങ്ങൾ ഉപേക്ഷിച്ച് പണത്തോടുള്ള ആർത്തി മാറ്റിവെച്ച് ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കാൻ അയാൾ തീരുമാനിച്ചു. അയാൾ തന്റെ ബിസിനസിന്റെ ചുമതലകൾ വിശ്വസ്തനായ മാനേജറെ ഏൽപ്പിച്ചു. ലാഭത്തിന്റെ ഭൂരിഭാഗവും മായയുടെ വിദ്യാദീപം എന്ന സ്ഥാപനത്തിന് രഹസ്യമായി നൽകാൻ അയാൾ ഏർപ്പാട് ചെയ്തു. തന്റെ പേര് ഒരിടത്തും വെളിപ്പെടുത്തരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. പശ്ചാത്താപം പ്രദർശനത്തിനുള്ളതല്ല, മറിച്ച് ഉള്ളിലെരിയേണ്ട ഒന്നാണെന്ന് അയാൾ പഠിച്ചു കഴിഞ്ഞു. അർജുൻ ഒരു ചെറിയ വാടക വീട്ടിലേക്ക് താമസം മാറി. ആ വീട്ടിൽ മായയുടെയും അനന്യയുടെയും ഒരു പഴയ ഫോട്ടോ അയാൾ ചുവരിൽ തൂക്കി. ഓരോ ദിവസവും ആ ഫോട്ടോ നോക്കുമ്പോൾ അയാൾക്ക് തോന്നിയിരുന്നത് താൻ എത്ര വലിയ ഭാഗ്യവാനായിരുന്നു എന്നും ആ ഭാഗ്യം എങ്ങനെ തല്ലിക്കെടുത്തിയെന്നുമാണ്. പണം കൊണ്ട് ലോകം കീഴടക്കാമെന്ന് കരുതിയ അർജുൻ ഇന്ന് തൻ്റെ കൊച്ചുമുറിയിൽ ആ പഴയ സ്നേഹത്തിൻ്റെ ഓർമ്മകളിൽ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. തൻ്റെ മകൾ എന്തെങ്കിലും തന്നെ തിരിച്ചറിയുമോ എന്ന് അയാൾക്കറിയില്ല. പക്ഷേ അവൾ സന്തോഷവതിയായിരിക്കുന്നു എന്നത് മാത്രമായിരുന്നു അയാളുടെ ഏക ആശ്വാസം. മാസങ്ങൾ കടന്നുപോയി. അർജുൻ്റെ ലോകം ഇപ്പോൾ ചെറിയൊരു ഗ്രാമത്തിലെ കൊച്ചു വീട്ടിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഒരു വൈകുന്നേരം അർജുൻ്റെ ഫോണിൽ മായയുടെ വിദ്യാദീപം എന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു മെയിൽ വന്നു. അവരുടെ വാർഷിക ചടങ്ങിലേക്ക് ഒരു അജ്ഞാത ദാതാവെന്ന നിലയിൽ അർജുനെ അവർ ക്ഷണിച്ചിരിക്കുന്നു. മായയുടെ ഓഫീസിലെ മാനേജർക്ക് അർജുൻ നൽകുന്ന രഹസ്യ സഹായങ്ങളെക്കുറിച്ച് അറിയാമായിരുന്നു. മായ അറിയാതെയാണ് അദ്ദേഹം ഈ ക്ഷണം അയച്ചത്. അർജുന ഹാളിന്റെ ഏറ്റവും പിന്നിലെ നിരയിൽ ചെന്നിരുന്നു. സ്റ്റേജിൽ മായ തന്റെ വിജയഗാഥ വിവരിക്കുകയായിരുന്നു. പ്രസംഗത്തിനു ശേഷം അനന്യ സ്റ്റേജിലേക്ക് വന്നു. അവൾ മൈക്കിന് മുന്നിൽ നിന്നു. എൻ്റെ അമ്മയുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന 100 കണക്കിന് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി രഹസ്യമായി വലിയ തുകകൾ സംഭാവന ചെയ്യുന്ന ഒരു അജ്ഞാത വ്യക്തിയുണ്ട്. അദ്ദേഹത്തെ എനിക്കറിയില്ല. പക്ഷേ ആ കുട്ടികളുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് എന്നും കൂടെ ഉണ്ടാവും. അനന്യയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ അർജുന്റെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ പണം സ്വന്തം മകൾക്ക് വേണ്ടിയല്ലെങ്കിലും അവളെപ്പോലെയുള്ള മറ്റു കുട്ടികളുടെ ജീവിതം വെളിച്ചമുള്ളതാക്കാൻ സഹായിക്കുന്നുണ്ടല്ലോ എന്ന ആശ്വാസം അയാൾക്കുണ്ടായി. ഹാൾ ശൂന്യമായപ്പോൾ പുറത്തേക്ക് നടന്ന അർജുനെ മായ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മാനേജർ വഴി അർജുൻ തന്നെയാണ് ആ സഹായങ്ങൾ ചെയ്യുന്നതെന്ന് അവൾ ഇതിനോടകം മനസ്സിലാക്കിയിരുന്നു. നീ വരുമെന്ന് എനിക്കറിയായിരുന്നു അർജുൻ, മായ ശാന്തമായി പറഞ്ഞു. മായ, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഇതൊന്നും പകരമാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ പാവപ്പെട്ട കുട്ടികളുടെ ചിരിയിൽ എനിക്ക് എൻ്റെ മകളുടെ ചിരി കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഞാൻ സമാധാനം കണ്ടെത്തുന്നു. മായ അയാളെ ഒന്ന് നോക്കി. അർജുൻ, ജീവിതം നിനക്ക് രണ്ടാമതൊരവസരം നൽകിയിരിക്കുന്നു. നീ നിന്റെ പശ്ചാത്താപം തുടരുക. അത് നിനക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷയും സമ്മാനവുമാണ്. നമുക്കിനി ഒന്നിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു മനുഷ്യനായി നീ മാറിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അർജുൻ തന്റെ സ്കൂട്ടറിൽ ആ രാത്രിയുടെ നിശബ്ദതയിലേക്ക് യാത്ര തിരിച്ചു. പണം കൊണ്ടെല്ലാം കീഴടക്കാമെന്ന് കരുതിയ പഴയ അർജുൻ എന്നേ മരിച്ചു കഴിഞ്ഞു. ഇന്നീ തണുത്ത കാറ്റേറ്റ് യാത്ര ചെയ്യുന്ന അർജുൻ ഒരു പരാജയമായിരിക്കാം. പക്ഷേ അയാൾ ഒരു യഥാർത്ഥ മനുഷ്യനായി മാറിയിരിക്കുന്നു.